രാജ്യത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ന്യൂസ് ക്ലിക്ക് പുറത്തുവിട്ട വിവരങ്ങൾ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരിശോധിച്ചിട്ടുള്ളത് ചില സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങൾ മാത്രമാണ്. ആ മണ്ഡലങ്ങളിലെ വിവരങ്ങൾ വരെ പുറത്തു വരുമ്പോൾ ഇത്രത്തോളം വലിയ അട്ടിമറികൾ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. എന്നാൽ ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിനോ കൃത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ നിരത്തി പൊതുജനങ്ങൾക്ക് മുൻപിൽ വരാനോ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന്റെ സോഷ്യൽ മീഡിയകളിലുള്ള പേജുകൾക്കിടയിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കടന്നു വരുമ്പോൾ പോലും അവരുടെ മൗനം രാജ്യത്തെ ആശങ്കയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോവുകയാണ്. എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അമേഠിയിൽ പോലും വോട്ടിംഗ് മിഷനിൽ അട്ടിമറി നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്. അതായത് ന്യൂസ് ക്ലിക്ക് പുറത്തുവിട്ട വിവരം അനുസരിച്ച് അവിടെ 13,651 വോട്ടുകൾ അവിടെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലായി എണ്ണി എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അതിൽ തന്നെ കൃത്യമായ ഒരു ആസൂത്രണ മികവോടുകൂടി അണിയറയിൽ ചില ഗൂഢാലോചനകളുടെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് മിഷനുകളിൽ കൃത്യമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്താൻ വേണ്ടിയിട്ട് ചിലർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ നിരത്തിയിട്ട് പോലും കൃത്യമായ നടപടിക്രമങ്ങളിലേക്കോ കൃത്യമായ അന്വേഷണങ്ങളിലേക്കോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാത്തതിന് പിന്നിലെ കാരണമെന്ത്? രാഹുൽ ഗാന്ധിയുടെ അമേഠിയിൽ പോലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിന് മുൻപ് കൃത്യമായി പറഞ്ഞിരുന്നു പലയിടങ്ങളിലും വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല അമേഠിയിലെ വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി നടന്നതായി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവുകയും റീപോളിങ്ങിന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തത് വലിയ വാർത്തയായതാണ്. അതൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 13,651 വോട്ടുകൾ എങ്ങനെ കൂടുതലായി വന്നു? അതിന്റെ കാരണം കൃത്യമായി ബോധിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ തയ്യാറായില്ല. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു അധ്യക്ഷന്റെ മണ്ഡലത്തിൽ പോലും ഇത് നടന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഞെട്ടലല്ലേ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിനെ പോലും പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ ഉദ്യോഗസ്ഥർ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ചില ഗൂഢാലോചനകൾ, ചില അണിയറ നീക്കങ്ങൾ അവർക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നുള്ളത്. അത് മാത്രമല്ല പലയിടങ്ങളിലും UP-യിലായാലും ബീഹാറിലായാലും ഡൽഹിയിലായാലും മധ്യപ്രദേശിലായാലും അങ്ങനെ ന്യൂസ് ക്ലിക്ക് ചില ഇടങ്ങളിൽ നടത്തിയ, അതായത് ചില മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്ത് നടത്തിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണിത്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കേണ്ടത് സ്മൃതി ഇറാനിയുടെ വലിയ ആവശ്യമായിരുന്നു. കാരണം ഒരു അഭിമാന പോരാട്ടമായിരുന്നു. ആ അഭിമാന പോരാട്ടത്തിനിടയിൽ എന്ത് സംഭവിച്ചു? വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ന്യൂസ് ക്ലിക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. കൃത്യമായ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് രാജ്യത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇനി കടന്നു വരാൻ വേണ്ടി പോകുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.